കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ദയവായി മാതാപിതാക്കളെ, നിങ്ങൾ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇറങ്ങുന്നതെന്ന് പൂർണ്ണമായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വരുന്ന അവസ്ഥ മരണത്തിന് പറഞ്ഞ് വേറൊന്നും സംഭവിക്കാനില്ല. ഹലോ ഹ്യൂമൻ, ഇറ്റ്സ് മീ ഒക്ടോപ്പസ്. വെൽക്കം ടു മൈ വേൾഡ്. ഫൗളേരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ അമീബ മൂക്കിലൂടെയുള്ള നേത്രത്തിലൂടെ ശരീരത്തിലേക്ക് കടന്ന് ബ്രെയിനിലേക്ക് എത്തുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഇത് സ്പ്രെഡായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാകുന്നു. അത് പയ്യെ അവിടെ ഒരു നീരിൻ്റെ രൂപത്തിലാവുകയും അത് പയ്യെ ബ്രെയിനിലെ തിന്നുകയും ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വൈകുന്നത് ഓർമ്മക്കുറവ്, മൈഗ്രെയിൻ പോലുള്ളത്, തലക്കറക്കം. ഇതാണ് അടുത്ത സിംറ്റംസ്. നമുക്ക് ഫുഡിനോടുള്ള ടേസ്റ്റ്, സ്മെല്ല് ഇവയെല്ലാം നശിക്കുന്നു. ഛർദ്ദിലുമാണ് അടുത്ത ലക്ഷണങ്ങൾ. അതേ കഴുത്തുളക്ക് വീഴുന്ന പോലെയുള്ള വേദനയും ഹാലൂസിനേഷനിലോട്ട് കിടക്കുകയാണ് അടുത്ത ലക്ഷണം. കാര്യങ്ങളായ അമീബ ഒഴുകുന്ന ജലത്തിൽ ഒരിക്കലും കാണില്ല. കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 12 ദിവസത്തിനകം ഈ കാണുന്ന ലക്ഷണങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങും. അപസ്മാരം വരെയുള്ള തീവ്രമായ അസുഖങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വദേശിയായ 16 വയസ്സുകാരൻ്റെ നട്ടലിൽ നിന്ന് എടുത്ത സ്രവത്തിൽ നിന്നുമാണ് സ്ഥിരീകരിച്ചത്. കുട്ടികളിലും കൗമാരക്കാരിലും മാത്രമേ അസുഖം കണ്ടുവരുന്നുള്ളൂ. ദയവായി മാതാപിതാക്കളെ, നിങ്ങൾ പൂർണ്ണമായും മക്കളെ ശ്രദ്ധിക്കണം. കാരണം മരണത്തിന് കുറഞ്ഞ് മറ്റൊന്നും ഇതിന് സംഭവിക്കാനില്ല. കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഒഴുകുന്ന ജലത്തിലാണോ, കുളത്തിലോ കൂടുതലാണോ പോകുന്നത്? ഒഴുക്കില്ലാത്ത ജലത്തിൽ ഇത് സംഭവിക്കും. മരണം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല. കെട്ടിക്കിടക്കുന്ന ജലത്തിലൂടെ മാത്രമേ സംഭവിക്കൂ.